ശ്വേത, അതാണ് ആ പെണ്ണിന്റെ പേര്. ജനിച്ചതും വളർന്നതൊക്കെ ലോസ് ഏഞ്ചൽസിലാ, അമേരിക്കയിൽ. അവളുടെ അച്ഛനും അമ്മയും യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസേഴ്സാ. ശ്വേത അവളുടെ ഡാഡിയുടെയും മമ്മിയുടെയും ഒപ്പം ഈ ജനുവരിയിലാണ് ഫസ്റ്റ് ടൈം ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നത്. ലീവിന് ഇന്ത്യയിലേക്ക് വന്ന ആ പെണ്ണിന് ഭരതനാട്യം പഠിക്കാനൊരാഗ്രഹം. അതുകൊണ്ട് അവളുടെ ബന്ധുവായ വെങ്കടേഷിന്റെ വീട്ടിൽ താമസിച്ച് ഡാൻസ് പഠിക്കുന്നു. എടാ പരമക്കുടി, ഇതെല്ലാം നിന്റെ ഗേൾ ഫ്രണ്ടിനെ കുറിച്ച് നിനക്ക് അറിയാത്ത കാര്യങ്ങളാ. ഞങ്ങളാണെങ്കിൽ ഇതെല്ലാം മനസ്സിലാക്കിയെടുക്കുകയും ചെയ്തു. അവളെക്കുറിച്ചൊന്നും മനസ്സിലാക്കാതെ അവൾ 6 മാസമായിട്ട് എന്റെ ഫ്രണ്ടാണെന്നും അവളുടെ കൂടെ എനിക്ക് ജോഗിങ്ങിന് പോണം, അവളുടെ ചെലവിൽ നീ ജീവിക്കുന്നു പറഞ്ഞ് ഞങ്ങൾക്കിട്ടുണ്ടാക്കുക അല്ലേ? ഡാ, ഞങ്ങൾക്ക് ഏതൊരു പെണ്ണിനെയും ഒറ്റ പ്രാവശ്യം കണ്ടാൽ മതി. അവൾ ഫ്രണ്ട്ഷിപ്പിന് മാത്രമാണോ റെഡി, അതോ എന്തിനു വേണമെങ്കിലും റെഡിയാണോ എന്ന് ഒരു സെക്കൻഡ് കൊണ്ട് പറയാൻ പറ്റും. എന്താണ് അങ്ങനൊരു നോട്ടം? ഞങ്ങൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെ അറിഞ്ഞെന്നാണോ നീ ആലോചിക്കുന്നേ? ഡാ, രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഇറങ്ങി നടന്ന് കണ്ണി കണ്ട പെമ്പിള്ളേരൊക്കെ ഡീറ്റെയിൽസ് ഫിൽട്ടർ ചെയ്തെടുത്ത് കഷ്ടപ്പെട്ട് സമ്പാദിച്ച് നേടിയെടുത്ത അറിവാടായത്. ഇനി നിന്റെ പരമകുടിയിലെ വെളച്ചിൽ ഞങ്ങളുടെ അടുത്ത് ഇറക്കണ്ട കേട്ടോ, കേട്ടറാ? അവനോട് ആ പെണ്ണുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചേക്കാൻ പറ. വെറുതെ ഇരിക്കട്ടോ. ശ്വേതയെപ്പോലെ ഒരു അഴകുള്ള കുട്ടി എന്റെ ഫ്രണ്ടായിരിക്കുന്നോണ്ട് നിങ്ങളിങ്ങനെ വെറുതെ വായി തോന്നിയൊന്നും വിളിച്ചു പറയാൻ നിൽക്കണ്ട. എന്താടാ, ഞങ്ങളാണോടാ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നത്? നീ വിചാരിച്ചു വെച്ചേക്കുന്ന പോലെ ആ പെണ്ണ് ഊമയൊന്നുമല്ല, മണിയായിട്ട് സംസാരിക്കും. നിങ്ങൾ പറഞ്ഞ പോലെ അവൾ അങ്ങനെ ആരെയും ചതിക്കുന്ന പെണ്ണൊന്നുമല്ല. ആര് പറഞ്ഞ് ചതിക്കില്ലാന്ന്? നിനക്ക് ഇനി വിശ്വാസമായിട്ടില്ല? അവൾ എത്ര കാര്യമാണെന്ന് ഞാൻ കാണിച്ചുതരാം, നീ എന്റെ കൂടെ വാ. എക്സ്ക്യൂസ് മീ, IST കോൾ ചെയ്യണം. Go to first cabin. താങ്ക് യു. എന്താടാ നീ പെട്ടെന്ന് ഷോക്കായി പോയേ? ആ പെണ്ണ് സംസാരിക്കുന്നത് നീ കേട്ടില്ലേ? അവൾ ഏത് രാജ്യത്തെ ബോയ് ഫ്രണ്ടിനോടാ സംസാരിക്കുന്നത് നിനക്ക് ഞാൻ കാണിച്ചു തരാം. സുമേ, ഞങ്ങൾക്ക് ISD കോൾ ഒന്ന് കണക്ട് ചെയ്ത് തന്നെ. Okay, third cabinലേക്ക് പൊക്കോളൂ. പോടാ പോ. അവൾ എന്താ സംസാരിക്കുന്നതൊന്ന് കേക്ക്. ഗോ ആൻഡ് കേക്കടാ, പോ. ഇവിടെ എനിക്ക് പറ്റുന്നില്ല ഡാഡി. ഇന്ത്യ എന്തുകൊണ്ടാ ഇങ്ങനെയെന്ന് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. ടെലിഫോണൊക്കെ എപ്പോഴും പ്രോബ്ലമാണ്. എവറിത്തിങ് ഇസ് അഡ്ജസ്റ്റബിൾ ഡാഡ്. പക്ഷെ ഇവിടെയുള്ള ആൺകുട്ടികളെ എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. ഒരു 4 മിനിറ്റ് അവരോട് ചിരിച്ച് സംസാരിച്ചാൽ മതി, ഉടനെ തന്നെ ഐ ലവ് യു എന്ന് പറയും. അതുകൊണ്ട് എല്ലാവരോടും സംസാരിക്കാൻ തന്നെ എനിക്കിപ്പോൾ പേടിയാ. പക്ഷെ ഒരു കാര്യമുണ്ട് ഡാഡ്, ഞാൻ സീനു എന്നൊരാളെ പരിചയപ്പെട്ടു. റിയലി ഇൻട്രസ്റ്റിംഗ് ഗായ്. ഹി ഈസ് സോ നൈസ് ഡാഡ്. ഐ ലൈക്ക് ഹിം വെരി മച്ച്. സൂക്ഷിക്കണം മോളെ, അയാൾ നിന്നോട് ഇഷ്ടമാണെന്ന് പറയില്ല. നോ ഡാഡി, അയാൾക്ക് സംസാരിക്കാൻ കഴിയില്ല. പാവം, അയാളൊരു ഊമയാ. എന്താടാ അവൻ ഷോക്കായി പോയത്? ഷോക്കാകാതെ പിന്നെ ഫോണിൽ അവളുടെ ബോയ് ഫ്രണ്ട് കിസ് കൊടുത്തു കാണും. ഇവനത് ബോംബ് പൊട്ടിയതുപോലെ തോന്നിയും കാണും. എനിക്കെന്തോ ഇവിടെ അയാളുടെ കൂടെ മാത്രമേ ഫ്രണ്ട്ഷിപ്പ് സെറ്റ് ആവുള്ളൂ എന്നാ തോന്നുന്നത്. ഓക്കെ ഡാഡി, ഐ വിൽ കോൾ യു ലേറ്റർ. ബൈ. ബൈ മോളെ. എന്താടാ, ടൈറ്റാനിക്കിലെ ഹീറോയെ പോലെ സ്റ്റൈലിലാണല്ലോ വരവ്. ഏത് ബോയ് ഫ്രണ്ടിനോടാ അവൾ സംസാരിച്ചേ? പീറ്ററോടോ അതോ ബിൽ ക്ലിന്റനോടോ? അങ്ങനെ ഒരാളായിരുന്നില്ല. അവളുടെ അച്ഛനോട് സംസാരിക്കാം. അച്ഛനോടോ? എന്താ സംസാരിച്ചേ? ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോവാണല്ലോ, അതിനെപ്പറ്റി. കല്യാണമോ? ആന്നേ, കല്യാണം കഴിഞ്ഞ് ഇന്ത്യ താമസിക്കണോ അമേരിക്ക താമസിക്കണോ എന്നുള്ള കൺഫ്യൂഷൻ. അങ്ങേരെന്താ പറഞ്ഞേ? അതെന്നോട് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിരിക്കുക. അതിനാ പെണ്ണെന്താ പറഞ്ഞേ? എന്നോട് ഡിസ്കസ് ചെയ്തിട്ട് ഫോൺ ചെയ്ത് പറയാന്ന് പറഞ്ഞു. അതെ, എനിക്ക് ഒത്തിരി ജോലിയുണ്ട്, ആ പെങ്കൊച്ചിനെ ഒന്ന് കാണണം. എക്സ്ക്യൂസ് മീ, നീ എന്താ പറഞ്ഞേ? ഇംഗ്ലീഷിൽ വീക്കാ? ഒന്ന് മാറിക്കെ, കാറ്റ് വരട്ടെ. ഓ, ഇവൻ കയ്യിന്ന് പോയടാ. തലവിധിയാടാ തലവിധി. ഇവന്റെ എന്ത് കണ്ടിട്ടാടാ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞത്? അതിനു മാത്രം എന്താടാ ഇവന്റെ കയ്യിലിരിക്കുന്നത്? കയ്യിലൊരു പെയിന്റ് പാട്ടയും ചെവിയിലാണ് ഒരു പെൻസിലും. ഡോണ്ട് വറി, ദർ ഈസ് സംതിങ് റോങ്. ഇവൻ ആ പെണ്ണിനെ എങ്ങനെയാണ് വളച്ചെടുത്തതെന്ന് 2 ദിവസം കൊണ്ട് ഞാൻ കണ്ടുപിടിച്ചു തരാം. അത് കഴിഞ്ഞ് ഇവനുള്ള പണി കൊടുക്കാം. എന്താണ് ബ്രോ, ഇന്ന് മുഖത്തൊരു സന്തോഷമില്ലാതെ മൊത്തത്തിലൊരു വാട്ടമാണല്ലോ. എടാ, ഞാനെന്തൊരു ഊമ പെണ്ണിനെ പറ്റി പറഞ്ഞില്ലേ? ആ പെണ്ണ് ഊമയല്ലടാ, അവള് ഞാൻ ഊമയാന്ന് വിചാരിച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ ആവട്ടെന്നേ, അതിന് നീ ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട കാര്യം എന്താ?
എനിക്ക് എന്നെപ്പറ്റി ടെൻഷനില്ല. എൻ്റെ കൂടെ കുറേ ഫ്രണ്ട്സ് ഇല്ലേ, അവരെ പറ്റി. എന്തിന്? ഞാനൊരു പട്ടിക്കാട്ടിൽ നിന്ന് വന്നതാ. എനിക്ക് ഫാഷൻ അറിയില്ല, ഡ്രസ്സിങ് അറിയില്ല, ഒരു പെണ്ണ് പോലും തിരിഞ്ഞു നോക്കില്ല എന്ന് പറഞ്ഞ ദിവസം കളിയാക്കുക. അതുകൊണ്ട് ആ പെണ്ണെൻ്റെ ലൗറാന്ന് പറഞ്ഞ് പൊക്കി അടിക്കുകയും ചെയ്തു. ഈ വിഷയം എങ്ങനെ അവരറിഞ്ഞാൽ എന്നെ തീർത്ത് കളയും. ഹലോ, എന്നെയാണോ? നിങ്ങളെയല്ല അവരെ. ആ, എടാ ഇവളാണോ? എടാ എടാ, ഈ പെണ്ണിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞേ. ഈ പെണ്ണ് ഞാൻ ഊമയാന്ന് വിചാരിച്ചോണ്ടിരിക്കുക. എന്താ ചെയ്യടാ? ഇതിനെന്തിനാടാ നീ ഇങ്ങനെ വെറുതെ ടെൻഷൻ അടിക്കുന്നേ? ആ പെണ്ണിപ്പം നേരെ മുകളിലോട്ട് വരാൻ പോലെ വരട്ടെന്നേ. തൽക്കാലം നീ ഊമയെ പോലെ ഒന്ന് അഭിനയിച്ചേക്ക്. എടാ, വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണോ? എടാ ചീനു, നിന്റെ ഫ്രണ്ട്സ് നിന്നെ കളിയാക്കാതിരിക്കണമെങ്കിൽ നീ ഞാൻ പറയുന്ന പോലെ കേൾക്കണം. കൊച്ചേ, ഡെയിലി ഈ രണ്ട് ഊമകളുടെ ഇടയിൽ കിടന്ന് ഞാൻ പെടാപ്പാട് വിടുക. അതിനിടയ്ക്ക് ഇപ്പൊ നീയും കൂടെ കൂടി ബാ ബാ ബാ. അവന് നന്നായിട്ട് കേക്കും, സംസാരിക്കാൻ പറ്റൂലെന്നേ ഉള്ളൂ. സത്യമായിട്ടും ഐ ആം സോറി, റിയലി സോറി. ഈ സ്ഥലം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത്ര ഉയരത്തിൽ നിന്നാണോ പെയിന്റ് ചെയ്യുന്നത്? എന്റെ ഡാൻസ് സ്കൂള് ദേ ഇവിടെ അടുത്താണ്. എനിക്ക് ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ആ സമയത്ത് ഞാൻ ഇവിടെ വന്ന് ടൈം പാസ് ചെയ്തോട്ടെ? പേടിക്കൊന്നും വേണ്ട, ഞാൻ ഒരിക്കലും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യില്ല. സമ്മതിച്ചേക്ക്. Wow, thanks a lot. Come on.